ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇംഗ്ലണ്ടിൻ്റെ പരിശീലകനായ തോമസ് തുഷേലിന് ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇത്. അതായത് അർജന്റീനയ്ക്കെതിരെ ഇംഗ്ലണ്ട് മികച്ച പ്രകടനം നടത്തിയിരുന്നു. അതിൻ്റെ ഫലമായിക്കൊണ്ട് ഒരു ഗോൾ അവർ നേടുകയും ചെയ്തിരുന്നു. പക്ഷേ അതിനുശേഷം തുഷേൽ ടീമിനെ പൂർണ്ണമായും പ്രതിരോധത്തിലേക്ക് പിൻവലിച്ചു എന്നുള്ളതാണ്. മുന്നേറ്റ നിര താരങ്ങളെ വലിച്ചുകൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് പ്രതിരോധ നിരയിലേക്കാണ് കൂടുതൽ താരങ്ങളെ തുഷേൽ ഇറക്കിയത്. അതോടുകൂടി അർജന്റീന ആക്രമണങ്ങൾ കടുപ്പിക്കുകയും 2 ഗോളുകൾ നേടിക്കൊണ്ട് ഇംഗ്ലണ്ടിനെ പുറത്താക്കുകയും ചെയ്തു. ഏതായാലും ജർമ്മൻ താരമായിരുന്ന തോമസ് മുള്ളർ ഈ വിഷയത്തിൽ തൻ്റെ പ്രതികരണം രേഖപ്പെടുത്തിയിട്ടുണ്ട്. എങ്ങനെയാണ് ഇംഗ്ലണ്ടിന് ഇത്രയധികം മിസ്റ്റേക്കുകൾ പറ്റിയത് എന്നാണ് മുള്ളർ ചോദിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഒരു ഗോളിൻ്റെ ലീഡ് ലഭിച്ച ശേഷം ഇംഗ്ലണ്ട് പൂർണ്ണമായും മത്സരത്തെ ഉപേക്ഷിച്ചു എന്നുള്ളത് എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. അതിൻ്റെ പിറകിലെ ലോജിക്ക് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. ക്രോസുകൾക്ക് പിന്നാലെ ക്രോസുകൾ നൽകാൻ അർജന്റീനയെ എന്തുകൊണ്ടാണ് ഇംഗ്ലണ്ട് ക്ഷണിച്ചത്, അതല്ലെങ്കിൽ ഇംഗ്ലണ്ട് അനുവദിച്ചത് എന്നുള്ളത് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഇതെല്ലാം അവർ ചോദിച്ചു വാങ്ങിയതാണ്. ഇതാണ് തോമസ് മുള്ളർ പറഞ്ഞിട്ടുള്ളത്. അതായത് പ്രതിരോധത്തിലേക്ക് പിൻവലിഞ്ഞതോടുകൂടി ഇംഗ്ലണ്ട് യഥാർത്ഥത്തിൽ ഈ മത്സരം ഉപേക്ഷിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എങ്ങനെയാണ് ഇങ്ങനെയൊരു മണ്ടത്തരം ഇംഗ്ലണ്ടിന് പറ്റിയത് എന്നാണ് തോമസ് മുള്ളറിൻ്റെ ഒരു ചോദ്യം. ഇത് തന്നെയാണ് പല ഫുട്ബോൾ ആരാധകരും ചോദിച്ചിട്ടുള്ളത്. എന്തുകൊണ്ട് ഇംഗ്ലണ്ട് അങ്ങനെ ഡിഫൻസിലേക്ക് വലിഞ്ഞു എന്ന ചോദ്യം ഇപ്പോഴും പ്രസക്തമാണ്. മറിച്ച് ആദ്യം കളിച്ചതുപോലെ നല്ല രൂപത്തിൽ അറ്റാക്കിങ്ങിന് പ്രാധാന്യം നൽകിക്കൊണ്ട് കളിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഈ മത്സരത്തിൽ അർജന്റീനയെ പരാജയപ്പെടുത്താൻ സാധിക്കുമായിരുന്നു എന്നാണ് ഭൂരിഭാഗം വരുന്ന ഇംഗ്ലീഷ് ആരാധകരും ഇപ്പോൾ വിശ്വസിക്കുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.